നമസ്കാരം. ഇന്ന് നമ്മുടെ പടം അനന്തക്കാട് റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മീഡിയയുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാ നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം റിലീസിന് മുമ്പ് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് ചെയ്യാനുള്ള എല്ലാ ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് വളരെ വളരെ നന്ദി. ഇപ്പോൾ ഇത് പടം റിലീസായി നല്ല റിപ്പോർട്ട്, നല്ല വെരി ഹൈ ഒപ്പീനിയൻ ഫിലിമായിട്ട് വന്നിട്ടുണ്ട്. മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ്, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ വെരി ഹാപ്പി. സോ നിങ്ങൾ ഇതിന് ശേഷം ഇത്ര ദൂരം ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. സിനിമയല്ലേ? ഞാൻ ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത്. അതിനകത്ത് വർക്ക് ചെയ്തെങ്കിലും ശരിക്കും ഇതിൻ്റെ കഥയൊന്നും ശരിക്കും അറിയില്ല. ഇന്ന് കണ്ടപ്പം ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കാണുമ്പോൾ ചെല്ല പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറമാർക്ക് ഗംഭീരാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയും. ഈ സിനിമ എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമയാണെന്നാണ്. അതിനകത്ത് ഇതെല്ലാം ആയിരിക്കുന്നു അതിനുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ചിന്തയ ആർട്ടിസ്റ്റ് എല്ലാവരും ഇൻഫ്ലുവൻസ് ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന നടനാണ് മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നടൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക സിനിമയിൽ സുന്ദരനായിരിക്കണം, ഇത്ര പൊക്കം വേണം, ഇന്ന നിറം ഉണ്ടായിരിക്കണം, ശബ്ദഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. ആ കാലം മാറിയിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കുതിരോട്ടം പപ്പുവാണ്. ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പപ്പുവൻ അത്ഭുത നടനാണ്. അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്നതാണ് ഇന്ദ്രൻസാണ് അങ്ങനെ നടക്കും. അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ദ്രൻസിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെയാണ് എല്ലാവരും. ഇപ്പം മുരളി ഗോപിയാണെങ്കിലും ആര്യയാണെങ്കിലും അവർക്കെല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ അത് കൃത്യമായ ഒരു ഡയലോഗ് പ്രസന്റേഷനിലും സിറ്റുവേഷൻസിലും ഒക്കെ അത് കൃത്യമായ തിരക്കഥയിലൂടെ വന്നപ്പോൾ അത് ഗംഭീരമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നൽ ശരിയായിരിക്കാം, നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഈ സിനിമ എത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം അതാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ. അത് നിങ്ങൾ ചെയ്യുക, നിങ്ങളെ സഹായിക്കുക. താങ്ക് യു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്ക് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കുറെ കാലങ്ങൾക്ക് ശേഷം പഴയ ആ ഒരു വില്ലൻ സ്വഭാവം എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പണ്ടും എന്നും ഒരു കഥാപാത്രവും ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ടോ ഞാൻ കരുതാറില്ല. ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അയാള് എന്താണ്, അയാളുടെ ധർമ്മം എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അതിനെ ബേസ് ഞാൻ ചെയ്യുന്നു. അതിനകത്ത് എനിക്കതിനകത്തൊരു ഞാൻ നന്മ ചെയ്യുന്ന ഒരു കഥാപാത്രം വെച്ചാൽ പ്രത്യേക സുഖമോ മോശമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോഴുള്ള വിഷമമൊന്നുമില്ല. ഞാൻ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള സന്തോഷമായിട്ടുള്ളത്. ഇത് വളരെ വിശാഖബുദ്ധിയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അയാളെങ്ങനെയായിരിക്കും. മാത്രമല്ല ഞാൻ ഇങ്ങനെയൊക്കെ പല കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാൻ ഇത് എങ്ങനെ വ്യത്യസ്തമാക്കണം? ഞാൻ ഇന്നൊരു ഈ ക്യാൻവാസ് അല്ലേ, ഈ ക്യാൻവാസിന് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? എൻ്റെ കയ്യും കാലും എൻ്റെ മുഖമൊക്കെ തന്നെയല്ലേ. പിന്നെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ കഥാപാത്രങ്ങളെ കാണുന്ന അങ്ങനെയാണ്, വില്ലനായിട്ടോ നായകനായിട്ടോ കോമഡിയായിട്ടോ. പക്ഷെ ക്യാരക്ടർ അതെന്താ, അയാളെങ്ങനെയാണ്, അയാൾ അങ്ങനെയായിരിക്കും.
സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള രീതിയിലുള്ള ക്യാമറ സീക്വൻസ്, അത് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റാണ്, അങ്ങനെ ഒരു അറ്റൻഷൻ. അതിനുശേഷം ഇന്റർവൽ പഞ്ചിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്, താളങ്ങൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെയിൻ എടുത്തും അത് വളരെ സൂക്ഷ്മതയോടും ഷൂട്ട് ചെയ്ത സീക്വൻസുകളാണ്. അപ്പോൾ അതിൻ്റെ വാർ സീക്വൻസ് ആയാലും ആ ഇന്റർവൽ പഞ്ച് സീക്വൻസ് ആയാലും അത് CG വന്നതിന് ശേഷം അറിയും എത്രത്തോളം അത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത് കുറേ കാലങ്ങളേക്ക് ഒറിജിനൽ CG ഒക്കെ സപ്പോർട്ട് മാത്രമാണ്, മാക്സിമം ഒറിജിനലായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാടുകളെയൊക്കെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ സീക്വൻസിൽ ഗൺഫയറും അതെല്ലാം കുറച്ച് അത് ഷൂട്ട് ചെയ്ത ഔട്ട്പുട്ട് എങ്ങനെ വരുന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ അത് മാക്സിമം അത് നോക്കി ചെയ്തു സക്സസ് ആയെന്ന് തോന്നുന്നു. ഇൻഡസ്ട്രിയിലേക്ക് എത്താനുള്ള ഒരു കാരണം, പ്രധാന കാരണം എന്തായിരുന്നു? ഇതിനകത്ത് കുറെ ചില കഥാപാത്രങ്ങൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ, സ്ക്രിപ്റ്റ് തുടങ്ങുന്നതിന് കഥ ഏകദേശം ഒരു കഥയുടെ രൂപമാവുന്ന സമയത്ത് തന്നെ ഈ ക്യാരക്ടർ ഇതാണ് ചെയ്യണം എന്ന് തീരുമാനമായ കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇന്ദ്രൻസേട്ടനാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഥാരൂപത്തിലാവുമ്പോൾ തന്നെ ഇന്ദ്രൻസേട്ടൻ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ദ്രൻസേട്ടനെ വിളിച്ചു. അങ്ങനെ ഇന്ദ്രൻസേട്ടൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സെക്ഷൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഇപ്പം സിനിമ കണ്ടതുകൊണ്ട് പറയാം, ഈ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇന്ദ്രൻസേട്ടൻ ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസുകളും അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ദ്രൻസേട്ടനെ വെച്ച് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം ഇന്ദ്രൻസേട്ടൻ ഫിസിക്കലി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി. ആ വീഴുന്ന സീക്വൻസും ആ ഫയർ ചെയ്യുന്നതൊന്നും CG സപ്പോർട്ടല്ല, അത് മാക്സിമം അത് ഗൺഫയർ എല്ലാം അങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്, ബുള്ളറ്റെല്ലാം നെഞ്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ദ്രൻസേട്ടൻ ഒരിക്കലും അത് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഇന്ദ്രൻസേട്ടൻ ഒരുപാട് അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, എന്റെ കഥയായതിനു ശേഷം അത് തിരുവനന്തപുരത്തിന് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഒരു തമിഴ് ആളാണെന്ന് ആദ്യം തീരുമാനമായി. വെട്രി എന്ന് പറഞ്ഞ കഥാപാത്രം രൂപമാകുമ്പോൾ തന്നെ നമുക്ക് ഡിസ്കഷനിൽ വന്ന ആദ്യത്തെ പേര് ആരിസാർ തന്നെയാണ്. അങ്ങനെയാണ് ആരിസാറിലേക്ക് പോകുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു 90% ക്യാരക്ടേഴ്സും നമ്മൾ എഴുതുമ്പോൾ ഇന്ന ആള് വേണം എന്നൊന്ന് നിർബന്ധവും എഴുതിയാണ്. അങ്ങനെ ഇതിന്റെ ഒരു വളരെ ഏറിയ സ്റ്റേജിൽ വിളിച്ചിട്ടുള്ള ഒരാളാണ് സാബു. അതെ, ആ അമ്മ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഏജിലുള്ള ഒരു അമ്മ അതുപോലെ ഒന്ന് വേണം. രണ്ട്, നമ്മൾ അവിടെ വയ്ക്കാൻ ഫോട്ടോ വയ്ക്കാൻ തീരുമാനിച്ചത് സത്യൻ സാറിന്റെ ഫോട്ടോയാണ്. അപ്പൊ സത്യൻ സാറിന്റെ ഫോട്ടോ വെക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ഒരു അമ്മ വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യും എന്ന് വെച്ചിട്ടാണ് അമ്മയെ വെച്ചത്. അതെ, അതെ, ഇതിനകത്ത് ശരത്തെല്ലാം നന്നായിട്ട് എല്ലാവരും ശരത്ത് അത് ഗംഭീരമാക്കി. അതുപോലെ ഇതിനകത്തുള്ള ഓരോരുത്തരും അത് ആ ക്യാരക്ടേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇന്ന ആൾ വേണമെന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാവരും 90% വേണ്ടി അവരെ തന്നെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് എഴുതിയവരാണ് ചിലപ്പോൾ ആ ആളെല്ലാം വേണ്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. ശരത്തൊക്കെ ഇതിന്റെ വേരി സ്റ്റേജിൽ ഇതിനകത്ത് ഇന്നയാണ്. ശാന്തിയുടെ കഥാപാത്രത്തിന് ഞങ്ങൾ ഇങ്ങനെ ആരാണെന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ശാന്തിയുടെ മുന്നുള്ള സിനിമകൾ കണ്ടിട്ട് ഒരു ദിവസം ശാന്തിയെ വിളിച്ച് കാണുകയായിരുന്നു. പക്ഷെ ശാന്തിയോട് ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരാള് അതെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് ശാന്തി ആ ക്യാരക്ടറിന് ആർക്കാണ്, പക്ഷെ അത് റിസീവ് ചെയ്യുന്ന രീതിയാണെന്ന് നമുക്ക് അറിയാം. അത് അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നിഖില ഉൾപ്പെടെ അങ്ങനെയാണ് വന്നത്. അപ്പൊ ശാന്തിയുടെ കേസിൽ ശാന്തി ആ കഥ കേട്ട സമയത്ത് തന്നെ അറിയാം ശാന്തി ഇത് ചെയ്താൽ നന്നാവുന്നു. കാരണം അതൊരു കറക്റ്റ് മീറ്ററിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ അതിന് വേണ്ടി വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇത് വിജയദാസൻ പറഞ്ഞ പോലെ ഇതൊരു തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ. തമിഴ്
അപ്പൊ ഈ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാ അതിനൊരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റിയത്? കാരണം ഈ 2 ലാംഗ്വേജസിലും വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ആണെങ്കിൽ കൂടെ കുറച്ച് ചുറ്റും നിൽക്കുന്ന എല്ലാവരും കുറച്ചുകൂടെ പുതിയ ആൾക്കാരാണോ താങ്കൾ വർക്ക് ചെയ്തിട്ടില്ലാത്ത? ആ ഇന്റൻസിറ്റി എങ്ങനെ ശരിക്കും കൊണ്ടുവരാൻ? ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പം ഡയറക്റ്റ് ഇൻപുട്ട് ഇല്ലാതെ മുരളി സാർ ഇപ്പോൾ ഷൂട്ടിങ്ങിലുണ്ടാവും. സോ മുരളി സാർ വന്നിട്ട് രൂപി സാർ വന്നിട്ട് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇന്റൻസിറ്റി വേണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ½ ഫുൾ ആ ക്യാരക്ടറിനെ കുറിച്ച് തിരിച്ച് എനിക്ക് ഒരു ക്ലാസ് എടുക്കും. സോ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്ക് സ്റ്റോറി, പടത്തിൽ കാണിക്കാത്ത കുറേ ബാക്ക് സ്റ്റോറി, അവരുടെ ക്യാരക്ടർ, അവൻ എന്തായിരുന്നു, അതൊന്നും പടത്തിലില്ല. ബട്ട് ഫോർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ മീ ടു പെർഫോം ബെറ്റർ. സോ ഈ മോട്ടിവേഷൻ വന്നിട്ട് നിറയെ ഇൻപുട്സ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ. സോ ആ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് when I'm performing, it helped me a lot. So director and Gopi sir, I think with their inputs and our support, I think I could see myself as a different person in the film. അല്ല, ഞാനും അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്നങ്ങാട്. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണകുമാരേട്ടൻ ഹാപ്പി ആയിരുന്നു ആ ഒരു ഗെറ്റപ്പിലും ക്യാരക്ടറിന്റെ ഒരു മൂഡിൽ. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് എങ്ങനെയാണ് ആളുകൾ കണക്ട് ആവുമോ എന്നുള്ള കാര്യം. കണക്ട് ആയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല ഞാനാണത് ചെയ്തത്, അത്രയും ഡിഫറൻസ് ഓൺ സ്ക്രീനിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കിഷ്ടമാണ്, അങ്ങനെ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും അങ്ങനത്തെ ലുക്ക് ആൻഡ് ഫീൽ വരാനായിട്ട്. ഓക്കെ, അല്ല, ഞാൻ ഇന്ദ്രൻസേനോട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു പരിചയം ഓൾറെഡി ഉണ്ടായിരുന്നു. മുരളീശ്വരനോട് ആദ്യമായിട്ടാണ്. പിന്നെ ചേട്ടനാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് എല്ലാം ഫുൾ നറേറ്റ് ചെയ്ത് തന്നത് ഫ്രം ദ ബിഗിനിങ് ടിൽ. പിന്നെ എപ്പോഴും കുറെ സമയം ചേട്ടനോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 4 പേരും എപ്പോഴും സെറ്റിൽ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു ബോണ്ടിങ് ഓൾറെഡി ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു സീനിന്റെ ഇടയിൽ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തത്. തിരുവനന്തപുരത്തിന്റെ ഒരു വളരെ പുരാതനമായിട്ടൊരു പേരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെ അങ്ങനെ ഒരു പേരിലേക്ക് പോയതാണ്. 2, അതിനകത്തൊരു ഇന്നറിലേക്ക് പറയുന്ന ഒരു കാര്യം, ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലൊരു വന്യതയും അതിന്റെ നന്മയും തിന്മയും ഉണ്ട്. അതാണ് അതിന്റെ ഇന്നറിലേക്ക് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു എഴുത്ത് സമയത്തെ തിരുവനന്തപുരമായതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു പുരാതനമായ പേരാണെന്നാണ് അതിലേക്ക് വരികയും. ഞാനങ്ങനെ അത്ര നല്ലവനായ ഒരാളൊന്നുമല്ല. അല്ല, നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് എനിക്ക് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല. എന്നെ ഒരു ഗൃഹനാഥനായിട്ടൊക്കെ കാണാൻ ആളെ വിഷമമായിരിക്കും. ചേരത്തില്ല. ഈ സിനിമ പിന്നെ കൃഷ്ണകുമാരനെ വിളിച്ച് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചാണ് ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി, എനിക്കിനി എന്റെ സാധനം മാത്രം മതി. കാരണം എനിക്ക് ഈ കഥ പറഞ്ഞ സമയത്ത് ഒരു വലിയ സാഗ, ഒരു കടൽ പോലത്തെ ഒരു കഥയായിട്ട് തോന്നി. അതിങ്ങനെ ഇലങ്കയിൽ നിന്ന് തുടങ്ങി, ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ്. അതൊരു ജേണിയാണ്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ ഈ പഴയകാല ഒരു ഗുണ്ട സാമ്രാജ്യവും അവിടുത്തെ ഒരു വിഭാഗത്തിന് എങ്ങനെ ടൂളായിട്ട് പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്തു എന്നുള്ളതും അതിലേക്ക് കടന്നു വരുന്ന ഒരു ശ്രീലങ്കൻ തമിഴ്. അപ്പൊ അതിലൊരു തിരുവനന്തപുരത്തിനും തമിഴ്നാട്ടിനും തമ്മിലുള്ള ഒരു ഭയങ്കര കണക്ഷനും, ഒരു ചരിത്രപരമായ കണക്ഷൻ, ഭാഷാപരമായ സാംസ്കാരികപരമായ. അപ്പം അതെല്ലാം കൂടെ ചേർന്ന് എനിക്ക് ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു വേറൊരു സത്തായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിന്റെ ചെറിയ കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ് നിങ്ങളെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് കഥയുടെ കഥാഗതിയെ മാറ്റിവിടാനുള്ള കഥാപാത്രമാണ് സ്ഥാപിച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തത്. തെക്കൻ വടക്കൻ തെക്കനോട് തെക്കനോട്
ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇമോഷൻ ടച്ച് ചെയ്യുന്ന റോള് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടറിലോട്ട് മാറാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ അതിനെ ക്യാരക്ടറിനെ വിജയിപ്പിച്ചത്? അത് ഉറപ്പായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. മുരളിച്ചേട്ടൻ ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ജാക്സൺ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്തും സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും എല്ലാ സമയത്തും ഷൂട്ടിംഗ് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ഓരോ സീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. കുറച്ച് നാൾക്ക് മുമ്പ് എടുത്ത സീനിനെ കുറിച്ചാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്ന സീനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വില്ലൻ പരിപാടി മാത്രമല്ല എല്ലാവരും ചെയ്യാറുണ്ട്, ശ്രമിക്കണമല്ലോ എല്ലാ സീക്വൻസുകളും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. സിനിമയിലെ ആ ലാസ്റ്റ് ഇന്ദ്രൻസേട്ടനോട് യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു സീനുണ്ട്, അത് പ്രേക്ഷകർക്ക് ഭയങ്കര ടച്ചിങ് ആവുന്ന ആ എക്സ്പ്രഷൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ചെയ്യുമ്പോൾ ഇന്ദ്രൻസേട്ടനായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് എന്തായിരുന്നു ചേട്ടൻ്റെ ഭാഗത്ത്? ഇന്ദ്രൻസേട്ടൻ എനിക്ക് ഇന്ദ്രൻസേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഞാൻ എൻ്റെ നാട് തിരുവനന്തപുരത്ത് അരുവിക്കലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമകളുടെ ഇന്ദ്രൻസേട്ടനാണ് എൻ്റെ ചെറുപ്പത്തിൽ. അന്ന് മുതലേ എനിക്ക് ഇന്ദ്രൻസേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രൻസേട്ടൻ സിനിമകൾ ഇന്ദ്രൻസേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഞാൻ. അപ്പോൾ കൂടെ അഭിനയിക്കുമ്പം ഞങ്ങൾ ഒരു നാട്ടുകാരായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശയൊക്കെ പറഞ്ഞാൽ പോലും ആ ഒരു ആക്ഷൻ സമയത്ത് ഭയങ്കര ഒരു വലിയൊരു എന്താ നമുക്ക് ഒരു എനർജിയും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ വലിയ സന്തോഷമായിരുന്നു ചേട്ടനോട് അഭിനയിക്കും. ചേട്ടനോട് മാത്രം എല്ലാവരും കൂടി സെറ്റിൽ മൊത്തത്തിൽ വലിയൊരു ഹാപ്പി തന്നെയായിരുന്നു. നമുക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. ഞങ്ങൾ സിനിമയെ കാണുന്നത് സീരിയസ് ആണെങ്കിൽ ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ദേവ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ജേണി ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും തങ്കച്ചേട്ടനാണെങ്കിലും മുരളിയാണെങ്കിലും കുട്ടിച്ചേട്ടനാണെങ്കിലും എല്ലാവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു റിയൽ ലൈഫിലും. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് വന്നത്. എന്തോ അതായത് ഇപ്പം മുരളിയുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് കാണും. ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ മാറ്റി മറിക്കാനായിട്ട് എന്തെങ്കിലും ചിന്തകളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതുപോലെ ഒരു ഫീലിങ്സ് തോന്നിയിരുന്നോ? ഉറപ്പായിട്ടും എന്റെ ക്യാരക്ടറിനെ കുറിച്ചാണോ? അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യം മുരളിച്ചേട്ടൻ എന്നോട് ഇങ്ങനൊരു സിനിമയുടെ കാര്യം പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയം തൊട്ട് ഞാനും ശരിക്കും വലിയ സന്തോഷത്തില്ല. കാര്യം എന്തായാലും ഒരു നല്ലൊരു കഥാപാത്രമായിരിക്കും അത്. അപ്പൊ അതെങ്ങനെ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റായിട്ട് ഡ്രം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു 3 മാസത്തോളം എടുത്തിട്ട് ഡ്രം പഠിച്ചു. ഓരോ വീക്കെൻഡും ഡ്രം പഠിച്ച വീഡിയോസ് ഡയറക്ടറിനും വിളിച്ചേട്ടും ഞാൻ അയച്ചു കൊടുക്കും. അത് ഓക്കെ ആണെങ്കിൽ തിരിച്ച് ചന്തി ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം, സ്റ്റിക്ക് കിടക്കുന്ന ഇങ്ങനെയാണ് അങ്ങനെ ശ്രമിച്ചു നോക്കാം. ജാക്സൺ ഇതേ രീതിയാണ് ജാക്സന്റെ ഒരു ബോഡി ലാംഗ്വേജ്. ഒരേ സമയത്ത് ഫണ്ണും അതേ സമയത്ത് പെട്ടെന്ന് വയലന്റ് ആവും, പക്ഷെ ഉള്ളിൽ ഏറ്റവും പാവമാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുറെ ക്ലാസ്സുകൾ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിച്ചതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ സൗജന്യം ഇപ്പം ഒരു പരിധിവരെ നമ്മള് കുറ്റവാളികളായിട്ട് ഉള്ള അതായത് കുറ്റവാളികളായിട്ട് ഒരു സമയത്തുണ്ടായിരുന്ന ആള് അവര് എത്ര മാറാൻ ശ്രമിച്ചാലും മാറാൻ പറ്റാത്ത ഒരു സമൂഹം നമുക്കിവിടെയുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർക്ക് അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ സൗജന്യത്തെ എത്ര തന്നെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും പേര് പറയുമ്പോൾ കരിയുടെ പഴയ ആ ഒരു പ്രോഗ്രാമിനെ ആ പേര് അതിന്റെ കൂടെ ചേർന്ന് പോയൊരു സമയമുണ്ട്. അപ്പൊ അതിനെ ആ ഒരു വ്യൂവിനോട് എങ്ങനെ കാണുന്നത്? പറഞ്ഞു വന്നപ്പോഴേ ഈ റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. അതായത് വീടുകളിൽ കയറി ആളുകളെ തലക്കടിച്ചു കൊണ്ടിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. റിപ്പർ ചന്ദ്രൻ ഒരു ക്രിമിനലാണ്. തരികിട
സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പ്രാങ്ക് ഷോ ചെയ്ത ആള് ഞാൻ ടെലിവിഷന്റെ ചരിത്രത്തിൽ. അതായത് സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഫസ്റ്റ് പ്രാങ്ക് ഷോ ഞാനായിരുന്നു. ആ ഷോയുടെ പേരാണ് തരികടായിരുന്നത്. ദാറ്റ്സ് ആൻ അവാർഡ് ടു മീ. കാരണം ഞാനത് ചെയ്യുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ്, അതായത് ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത്. ആ ഇത്രയും വർഷമായിട്ടും എൻ്റെ പേരിന്റെ കൂടെ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് നെയിം. ചോദിച്ചത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം സിനിമയിലൊരു സമാധാനപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് അവരുടെ പഴയ പേര് വരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ആ ക്യാരക്ടറിനെ എന്നെ കൃഷ്ണകുമാർ ഏൽപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് എല്ലാവിധ ക്രൂരതയും റൈസിസവും എല്ലാം കൂടെ ആറ്റി കുറുക്കിയെടുത്ത ഒരു ചെറിയൊരു പീസാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതിന്റെ ആ വെറുപ്പ് പ്രകടമായിരിക്കണം. കാര്യം ഈ ക്ലാസ് ഓഫ് പീപ്പിളിനെ എനിക്കിഷ്ടമല്ല എന്നുള്ളത്. അപ്പൊ അതിനോട് ഒരു പരിധി വരെ നീതി പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രത്തോളം വിദ്വേഷം ഞാൻ മനസ്സിനകത്ത് എടുക്കേണ്ടി വന്നു. അത് അത് കുറെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അതിൽ നിന്ന് സിനിമയുടെ ഭാഗമായിട്ട് നീക്കം ചെയ്യപ്പെട്ടു. കുറെ സെൻസർ കളയാൻ സാധ്യതയുണ്ട്. കുറെ ഡയലോഗ് സ്വന്തമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞിരുന്നു. അതൊന്നും ഒരിക്കലും സെൻസർ കൂടെ അംഗീകരിക്കത്തില്ല. അങ്ങനെയൊക്കെ അഭിനയിച്ചു പോയതാണ് സിനിമ. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതൊരു സാധനം, ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കണ്ടത് ഇന്ന് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ഞാൻ ആരെയും പോഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് ശ്രീലങ്കൻ തമിഴ് ഭയങ്കര ഇഷ്ടമായി. ആ തമിഴിന്റെ ഒരു താളമുണ്ട്, അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആയിരിക്കും. മലയാളത്തിന്റെ ഭാഷയുടെ ഒരു ഒഴുക്ക് ശ്രീലങ്ക ഭാഷയുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. സോ അതിന്റെ ഒരു പാർട്ടാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ തിരുവനന്തപുരവുമായിട്ട് എനിക്കുള്ളൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടും കൂടി അനന്തൻകാടിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു കൃഷ്ണകുമാർ. ഒരു കാടിനോട് ചേർത്ത് ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണ്? ആ പേര് അനന്തൻകാടെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിനുള്ള പുരോഗമനമായ പേരാണ്. അത് കാട്ടിനോട് ചേർത്ത് വെച്ചിട്ടില്ല. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം. ചെന്നിച്ചുള്ള സിറ്റിയുടെ ഹൃദയഭാഗത്തിലുള്ള ഒരു ചേരിയാണ്. അപ്പൊ അത് 91 ഓൾമോസ്റ്റ് അങ്ങനെയായിരുന്നു. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അത് ഫുള്ള് ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം സെറ്റിട്ടതാണ്. കാരണം ഇപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. സ്കൂൾക്കാർക്കൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ സ്ഥലമൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അത് ആ സിറ്റിക്കുള്ളിലുള്ള ഒരു സ്ഥലമാണ്. അത് കാടുമായിട്ട് റിലേഷൻ ഇല്ല. അതുപോലെ തന്നെ പോലീസ് ക്രൂരത നമ്മളിപ്പം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലാണെങ്കിലും പല തരത്തിലുള്ള കറണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം കേസായിട്ടും രക്ഷാപ്രവർത്തനമായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ പോലീസിന്റെ ഒരു ക്രൂരമായ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഈ കറണ്ട് സിറ്റുവേഷനുമായിട്ട് അല്ല കറണ്ട് ഇതുമായിട്ട് അഫയേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുത്തി ചെയ്തതാണോ അതോ നേരത്തെ തന്നെ അങ്ങനെ ഒരു കഥയിൽ ഉദ്ദേശിച്ചു വന്നതാണോ? ഈ കറണ്ട് സിറ്റുവേഷൻസായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ ഈ 90ന്റെ തുടക്കത്തില് ആ കാലഘട്ടം 89, 90, 91 കാലഘട്ടം എടുത്താൽ അറിയാം ആ സമയത്ത് കേരളത്തിൽ എന്താണ് നടന്നതെന്ന്. കാരണം ഞാനത് ഇപ്പോ ഇങ്ങനെ പറയാൻ താല്പര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചില സത്യത്തിൽ അടുത്ത് നിന്നാണ് പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ സത്യമല്ല. അഭിനയിക്കാനുള്ള ഒരു വ്യത്യസ്തത എന്തെങ്കിലും മലയാള സിനിമയിലുണ്ടോ? എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇല്ല, പ്രശ്നമൊന്നുമില്ല. വളരെ സന്തോഷമായിരുന്നു വിജയരാഘവൻ എവ്രിബഡി ഈസ് സോ ടാലന്റഡ്. ഇവരൊക്കെ വന്നിട്ട് വളരെ ഒരു ഓൾറെഡി പ്രൂവ് ചെയ്ത നല്ല ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാവർക്കും അറിയാം, നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. സോ അവരുടെ കൂടെ ഞാൻ ചേർന്ന് നടിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് ഒരു ചാലഞ്ച്. ഇങ്ങനെ ഞാനും നന്നായി അഭിനയിക്കണം. അവരും കൂടെ നിൽക്കുന്ന സീനിൽ ഞാനും എക്സിൽ ആണെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് എല്ലാ സീനും ചെയ്തത്. സോ ഇറ്റ് വാസ് വെരി എൻകറേജിങ്. ഇങ്ങനെ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് കൂടെ
അതേ സമയത്ത് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ പടത്തിന്റെ ക്യാൻവാസ് ഡയറക്ടർ കൃഷ്ണകുമാർ, സോ എല്ലാം ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ചെറിഷ്. ഈ പൊളിറ്റിക്സിലെ ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് എങ്ങനെ വരാൻ പറ്റും എന്നൊന്ന് പറയാം. ഈ രാഷ്ട്രീയക്കാരനായിട്ടും പോലീസുകാരനായിട്ടും എപ്പോഴും വിജയകാലങ്ങൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതെങ്ങനെ വരാൻ പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അഭിനയം തുടങ്ങിയത് പ്രൊഫഷണലായിട്ട് തുടങ്ങിയത് ഒരു 56 വർഷമായി. അഭിനയം മാത്രമാണ്. ഞാൻ കോളേജ് കഴിഞ്ഞു ഒരു 10-13 വർഷത്തോളം നാടകത്തിലായിരുന്നു. നാളെ അച്ഛൻ്റെ കൂടെ വിശ്വകേന്ദ്ര കലാസമിതി ഞങ്ങൾ സ്വന്തം സമിതിയാണ്. അച്ഛന് എൻ്റെ അമ്മ, എൻ്റെ ചിറ്റ, അച്ഛൻ്റെ പെങ്ങൾ, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും നടികന്മാരായിട്ടൊരു നാടക ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. അവിടെ 10-13 വർഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം അഭിനയിച്ച നടികന്മാരുണ്ടാവും. ഈ ഓരോ വർഷവും ഓരോ നാടകം കളിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അത് അച്ഛനാണ് ഡയറക്റ്റ് ചെയ്തത്. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അച്ഛൻ ഓരോരുത്തർക്കും ഈ കഥാപാത്രം എന്താണെന്നും അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എങ്ങനെയാണ് അയാളുടെ സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടത്, ഇപ്പം അയാൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് നടന്നേ പറഞ്ഞു അയാളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അച്ഛൻ. ഇത് കണ്ടുകൊണ്ടതാണ് ഞാൻ. അത് ഞങ്ങളുടെ കൂടെയുള്ള പല നടികന്മാരും അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങളായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ യൂണിവേഴ്സിറ്റി പോലും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എംപിയുടെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ ഒരു നാടക ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ പറ്റിയത്. ഇത്രയും മലയാളത്തിൽ മിക്ക നടികന്മാർ, നാടകനടന്മാർ, ഉർവശിയുടെ അച്ഛൻ ബി പി നായർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അനവധി നടികന്മാർ മലയാളത്തിൽ, ഇവരെല്ലാം ഞങ്ങൾ നാടക ഗ്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ടാണ്. അവരൊക്കെ അത്ഭുതകരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കഥാപാത്രങ്ങൾ ആളല്ലെങ്കിൽ ഇന്നത്തെ ഒത്ത രീതിയിലുള്ള മാറ്റമാണ് അവർ സൃഷ്ടിക്കുന്നത്. അപ്പം അത് കണ്ട് വളരെ ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ഞാൻ 83 ഒരാൾ സിനിമയിൽ വളരെ സജീവമായത്. അപ്പോൾ 43 വർഷം സിനിമ മാത്രം. ഈ ഇത്രയും വർഷം വളരെ വ്യത്യസ്തരായ ഡയറക്ടേഴ്സ്, ഇതുപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂട്ടി, മോഹൻലാൽ, നടികന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്കും പറ്റിയത് ഭാഗ്യമാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. അത് എത്രയും വ്യത്യസ്തമാക്കാൻ പറ്റുമോ അതിന് വ്യത്യസ്തമാക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എൻ്റെ മുഖം കൊണ്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ആകാൻ ശ്രമിക്കും. അത് എത്രമാത്രം ഭംഗിയാണെന്നുണ്ട് ചിലതൊക്കെ വിചാരിക്കുന്നത് പറ്റില്ല. പിന്നെ ഒരേ പാറ്റേൺ ഇപ്പോൾ മുഖ്യമന്ത്രി, ഞാൻ എത്ര മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുന്നു, എത്ര പൊളിറ്റീഷ്യൻ അഭിനയിച്ചിരിക്കുന്നു. ഒരു പരിധിക്ക് അപ്പുറം എത്ര വ്യത്യാസമാക്കാൻ പറ്റും. എൻ്റെ ഈ ഭാവം, എൻ്റെ ശരീരമൊക്കെ ഞാൻ എന്താ പറഞ്ഞ പോലെ എൻ്റെ കൈയും കാലും എൻ്റെ മുഖമൊക്കെ അല്ലേ, മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വ്യത്യസ്തമാക്കാൻ. പിന്നെ ഈ ഡയറക്ടർ പറയുന്നത് ഇപ്പം മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ മുരളി ഗോപി ആ കഥാപാത്രം എങ്ങനെയായി ചേട്ടാ, ഈ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, മറ്റൊരു മുഖ്യമന്ത്രി വേറെ രീതിയിലാണ്. ഇപ്പൊ ഞാൻ രാജു പത്രാജയുടെ പടമുണ്ട്, അയാൾ നോബഡി, അത് മുഖ്യമന്ത്രിയാണ്. അത് വേറെ ടൈപ്പാണ് അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സ്വഭാവക്കാരനാണെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. പിന്നെ ഡയറക്ടർ ഓരോ സീൻ പറയുമ്പോൾ അതിന് മുമ്പ് ഇപ്പം ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചതല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഓരോ സീക്വൻസ് എടുക്കട്ടാ, അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, അങ്ങനെയായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മളൊരു ബോധം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. ആ മനസ്സാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിങ്ങനെയുള്ള ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. ഷാജയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹം മുമ്പേ വെച്ച് തമിഴ് ഇങ്ങനെ മലയാളത്തിൽ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് തമിഴും മലയാളവും അദ്ദേഹത്തിന് ഏത് റേഞ്ചിലും പോകാൻ പറ്റും. അദ്ദേഹം തമിഴ് ചെയ്യുമ്പോൾ തമിഴ് പലപ്പോഴും പലതും ചിലപ്പോൾ എക്സാജറേഷൻ വേണം. പക്ഷെ ഇപ്പൊ അതില്ല. ഇവിടെ ഇപ്പൊ പലരും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. പണ്ട് ശിവാജി സാറിന്റെ ഒരു കാലഘട്ടം മുതൽ ഉള്ളൊരു ശീലമാണ്. അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഇദ്ദേഹം അങ്ങനെ അതില്ല, നമുക്കങ്ങനെ പെടുത്താൻ തമിഴ് നടന്നോ മലയാളത്തിനോ വിവക്ഷിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം നടനാണ് ആതിഥ്യമായിട്ട്. അത് അദ്ദേഹം ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പം കൂടെ നിന്ന് അഭിനയിക്കും എങ്ങനെ തോന്നി എന്നൊക്കെ പലരും ചോദിക്കും.
വന്നപ്പോഴേക്കും നമുക്ക് ക്യാരക്ടർ പിന്നെ അവസാന നിമിഷം എന്നെ വെടിവെക്കുന്ന സമയത്തൊക്കെ ഇത് നോക്കുമ്പോൾ ഞാനൊരു ഭയം തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് നിപ്പ് കാണണം. ആ ചൂണ്ടി നിൽക്കുന്നു. ഇത്രയും ഗംഭീരനായ ഒരു മനുഷ്യനാണെങ്കിലും ധീരനാണ്, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിലും ഒരു പകപ്പുണ്ടായാണ്. ആ പകയ്ക്കണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ അതുപോലെ അഭിനയിക്കണം. അപ്പൊ അഭിനയിക്കാൻ മീൻസ് അയാളുടെ ആ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാകും. ഞങ്ങളെ പൊടിപടലുള്ള ഇവിടെ എന്ന സ്ഥലത്താണ് മുഴുവൻ പൊടിയാണ്. പൊടിയും കാറ്റും അങ്ങനെ എല്ലാവരും അവശരായി ഇവിടെ വെച്ചാണ്. പക്ഷെ അവിടെ അദ്ദേഹം തോക്കുപാട് നിൽക്കുന്നതാണ്. നമുക്ക് ശരിക്കും ഭയം തോന്നിപ്പിക്കണം. അതാണ് നടന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും ഉണ്ടാകും. അതിനൊരു കൊടുക്കൽ ഭാഗങ്ങളുണ്ട് നടികന്മാർ തമ്മിൽ. അതാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ ഇതിന്റെ മലയാളത്തിൽ ഡയലോഗ് അതുപോലെ തന്നെ കഥാപാത്രം എല്ലാം അങ്ങനെയുള്ള പേടി എന്തെങ്കിലും ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ക്യാരക്ടറുകൾ എന്തായിരിക്കും എനിക്ക് അറിയില്ല. സോ അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം. പക്ഷേ ഐ മീൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് വറി. അത് തന്നെയാണ് കാരണം. എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മൾ മുമ്പ് ചെയ്യാത്ത ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളുടെ സ്ക്രീൻ ടൈം അനുസരിച്ചിട്ടല്ല അവരുടെ ഡെപ്ത് ഉണ്ടാവുക. ലിമിറ്റഡ് സീൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു അവരുടേതായ ഒരു ജേർണി ഉണ്ടായിരിക്കും. പിന്നെ അവരുടേതായ പെർഫോമൻസിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. മുരളിച്ചേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു പ്ലേ എ ക്യാരക്ടർ റിട്ടൺ ബൈ ഹിം. പിന്നെ ഈ ടീമും ഭയങ്കര ഒരു ടെക്നിക്കലി സൗണ്ട് ഭയങ്കര ക്രിയേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കമേഴ്ഷ്യൽ പടമാണിത്. ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ലാർജ് ക്യാൻവസിലുള്ള പടമാണ്. എനിക്ക് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കുറേ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇത് സ്വീകരിച്ചത്. ഇന്ദ്രൻ ചേട്ടനോടാണ്. അപ്പൊ ഇതുവരെ ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ ഇത്രയും മാസമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോ ഈ ക്യാരക്ടർ തന്നിലേക്ക് വന്നപ്പോ എന്തായിരുന്നു തോന്നിയത്? അതുകൊണ്ട് തന്നെ ഓരോ സീനും നമ്മൾ ഒരുമിച്ചുള്ള സീൻ നേരത്തെ എടുത്ത് വായിച്ചിട്ട് ഇതൊന്നും വരും എന്ന് നോക്കിയിരിക്കുക. അതിൻ്റെ ഒരു ടെൻഷനും ആകാംക്ഷയും ഉണ്ടായിരുന്നു. പിന്നെ പണം വരുന്നത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പുറത്തു വരുമ്പോഴുള്ള അഭിപ്രായം അറിയുമല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അത് ഇത്തിരി വൈകിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നത് വളരെ സമാധാനം തരുന്നതായിരുന്നു. ഒരു പ്രതീക്ഷ തന്നു. ഞാൻ കാണാത്തൊരു ശരീരം തോന്നി. അതിനൊക്കെ കൃഷ്ണകുമാർജി സാറിനെ ചെയ്യിച്ചതാണ്.
ഒരുപാട് എൻ്റെ ശബ്ദത്തിലും എൻ്റെ ചലനത്തിലും ഒക്കെ എന്നെ ഒരുപാട് നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദൈവാധീനം കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കൂട്ടിരിച്ചൊന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എനിക്ക് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ് ആയി, ക്യാരക്ടർ വിജയിച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് മാസമായിട്ട് പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ടും ഇനി ഞാൻ ആലോചിക്കുന്നില്ല. ഇന്ന് തിയേറ്ററില് ഭയങ്കരമായി കയ്യടി വീണ കഥാപാത്രങ്ങളൊന്നായിരുന്നു ഇന്ദ്രൻസേട്ടൻ ചെയ്ത ക്യാരക്ടർ. കാരണം ഇന്ദ്രൻസേട്ടൻ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മാസ് പെർഫോമൻസ്. അപ്പൊ ഇത് സ്ഥിരം കുട്ടിയായിട്ട് കാണണം എന്നാണ് കുട്ടി പറയുന്നത്. ഇന്ദ്രൻസിനെ പറ്റി അല്ല ഇപ്പൊ പറഞ്ഞ ഇന്ദ്രൻസ് മാസായിരുന്നു, ഒരു ഒറ്റ അടി പോകാതെ അടിച്ചിട്ടില്ല. ഈ പാവങ്ങളല്ല ആര്യ നമ്പാടി എല്ലാം കൂടെ എത്ര അടിയുണ്ടായിരുന്നു. അത്ര അടിക്ക വീട് ആകപ്പാടെ പാവപ്പെട്ട വീഴ്ച വിടുന്നു. പക്ഷെ മാസായി ആള് ഇതാണ് ചുള്ളിൽ നിന്നിട്ട് മാസായിട്ട് അങ്ങനെ പറയും. മുമ്പ് ഇതിനൊക്കെ മലയാളം ഇൻഡസ്ട്രി ഉറുമി, ഡബിൾ ബാരൽ ഇതേപോലെ നല്ല സിഗ്നേച്ചർ ഇന്നും മലയാളം ഇൻഡസ്ട്രി സംസാരിക്കുന്ന മൂവീസ് തന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു അനന്തങ്കാട് എത്രമാത്രം കോൺഫിഡന്റ് ആണ് ഇതും ഭാവിയിൽ ഇൻഡസ്ട്രി ടോപ്പ് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്? എന്തായാലും അതിലുണ്ടാവും. എന്താ വെച്ചാൽ സ്ക്രിപ്റ്റ് പടത്തിന്റെ ക്യാൻവാസും ആ സ്കെയിലാണ് ഉള്ളത്. ആൻഡ് ഇപ്പോൾ രാവിലെ മുതൽ എല്ലാ ഫീഡ്ബാക്കും എല്ലാം ഭയങ്കര പോസിറ്റീവാണ്. ഒരു അടിപൊളി പടം, ഒരു ഭയങ്കരമായ ഒരു മേക്കിംഗ് ഒരു പടം, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ക്രീൻ പ്ലേ, പവർഫുൾ ആണ് പെർഫോമൻസ്. സോ ഇങ്ങനെ വരുന്നത് വന്ന് വെരി റയർ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ സാർ മുമ്പ് പറഞ്ഞ ഒരു നല്ല സിനിമ, ഗുഡ് സിനിമ, നോട്ട് ഓൺലി ക്യാമറ, മ്യൂസിക്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എക്സൽ ആയ ഒരു പടമാണ് ഈ അനന്തങ്കാട്. സോ വെരി ഹാപ്പി. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയതായിരുന്നു കൊറിയോഗ്രാഫി ആയിരുന്നു, കാസ്റ്റിംഗ് ആയിരുന്നു, ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ഫൈറ്റ് സീൻസ് ആയിരുന്നു കൂടുതലും. ഇതിന്റെ ത്രൂഔട്ട് ഇതിന്റെ ഒരു ക്യാൻവാസും ഇതിന്റെ സീക്വൻസുകളെല്ലാം കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്യാത്ത കുറെ സീക്വൻസുകളുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഷൂട്ടിംഗ്. ഇല്ല, അത് എഴുത്തിന് മുമ്പേ നമുക്കറിയാലോ. എഴുതി കഴിയുമ്പോൾ അറിയാലോ ഇത് സെൻസറിങ് ഇഷ്യൂ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. കാരണം എഴുതുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ആ സ്ക്രിപ്റ്റും കൈകൊണ്ടെല്ലാം ഫുൾ എഴുതുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കട്ടിക്ക് പറയണമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ എന്ത് പറയണമെന്ന് ബഡ്ജറ്റ് ഞങ്ങൾ പ്രൊഡ്യൂസർ പറഞ്ഞു. അതെ അതെ, ഉറപ്പായിട്ടും അത് പറയാൻ എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ വലിയൊരു ക്യാൻവാസ് എഴുതി വെച്ചാലോ അത് സിനിമയാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് വിനോദത്തിലുള്ള പ്രൊഡ്യൂസർ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ അത് ആദ്യം ഈ സിനിമ നല്ലതാണെന്നും ഈ സിനിമ ചെയ്താൽ അത് നന്നാവുമെന്നും ആദ്യം അത് തിരിച്ചറിഞ്ഞാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിച്ചനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമയാണെന്ന് തീരുമാനിച്ചു. അത് നല്ല സിനിമയാണെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ തിരിച്ചറിയണമല്ലോ ഇത് ചെയ്യണമെന്ന്. അതും ഇത്രയും വലിയൊരു ക്യാൻവാസിൽ. അപ്പൊ അത് വലിയ 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 കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അങ്ങനെ സമൂഹത്തിലൊരു മെസ്സേജ് കൊടുക്കാനൊന്നുമല്ല. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച് തിരുവനന്തപുരത്ത് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. മുള്ളിച്ചേട്ടനും അതെ. ഇപ്പൊ ഞങ്ങൾ ഈ സിനിമയുടെ വർക്കുകളുടെ പ്രൊമോഷൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള പല കഥാപാത്രങ്ങളും നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതുകൊണ്ട് മുള്ളിച്ചേട്ടൻ എന്നോട് പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ അത്ര സ്ട്രോങ് ആയത്. അപ്പൊ ഞങ്ങൾ കണ്ടു വളർന്നൊരു സിറ്റിയിലെ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ അവിടെ നടന്ന ചില കാര്യങ്ങൾ നമ്മൾ സിനിമയാക്കിയതേ ഉള്ളൂ. അപ്പൊ അതിൽ വന്നുപോയ ചില കാര്യങ്ങളാണ്. അതിന്റെ ശരിയും തെറ്റിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞു. ഇത്രയും
ഇതിന് അർത്ഥം മനസ്സിലായി. ആ സീൻ എടുത്തപ്പോ അവരവിടെ ഉണ്ട്. ഇവരുണ്ടപ്പോ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര മാസായ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. വിജയരാജൻ പറഞ്ഞ പോലെ ഒരു അടി അടിച്ചില്ല, പക്ഷെ വളരെ മാസം എന്താ വെച്ചാൽ ആ ക്യാരക്ടർ ഡിസൈൻ ചെയ്തത് അതുപോലെ. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു വിജയൻ സർ. എന്താ വെച്ചാൽ ആ ബോഡി വെച്ചിട്ട് ആ ഒരു പേടി, ആ ഒരു ഫിയേഴ്സ് ക്യാരക്ടർ ചെയ്യാൻ ഐ ഡോണ്ട് നോ എത്ര പേർക്ക് പറ്റുന്നത് എനിക്കറിയില്ല. ബട്ട് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഫിനോമിനൽ. ഫസ്റ്റ് മലയാളം മൂവി ഇപ്പോ ക്യാരക്ടർ നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന സക്സസ് ആയി. അപ്പൊ ഇനി അങ്ങോട്ട് മലയാളം ഇൻഡസ്ട്രിയിലെ പ്രതീക്ഷിക്കാമോ? എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്ത പ്രാവശ്യം മലയാളം പടം ചെയ്യുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കും, തമിഴിൽ സംസാരിക്കില്ല. സോ ഫസ്റ്റ് എൻട്രി തമിഴിൽ സംസാരിച്ചിട്ട് മേ ബി നെക്സ്റ്റ് ഫിലിം ഓൺവേർഡ്സ് മലയാളം സംസാരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഈസി അപ്രോച്ച് ആയിട്ടൊന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി മലയാളം പടം ചെയ്യും. എന്തായാലും മലയാള സിനിമയില് ഒരു എഴുതപ്പെടുന്ന ഒരു സിനിമയായിട്ട് അതിനെക്കാൾ മാറട്ടെ, നല്ല ഇതിലേക്ക് പോട്ടെ പ്രതീക്ഷിക്കുന്നു. അവനെ പറഞ്ഞുകൂടി. ഇല്ല, നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ആചാരം വെച്ച് ഇല്ല, അങ്ങനെ തീരുമാനമായിട്ടില്ല. ഈ സിനിമയുടെ ബാക്കി പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത സിനിമയിലേക്ക് പോകും.